ഇസ്രായേലിൻ്റെ മാത്രം കേവലം യുദ്ധമായിട്ടല്ല നമ്മളിതിനെ കാണേണ്ടത്. ഇത് അമേരിക്കയുടെ ഒരു എക്സ്റ്റെൻഡഡ് യുദ്ധമാണിത്. ഇസ്രായേലിനെ ത്രെട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ ഏത് കോണ്ടക്സ്റ്റിലാണെങ്കിലും അവരത് കൃത്യമായിട്ട് അത് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ രാഷ്ട്രങ്ങളെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും പോകുന്നുണ്ട് എന്ന ആദ്യ വാർത്ത വന്നപ്പോൾ, ആദ്യ വിവരങ്ങൾ വന്നപ്പോൾ പലരും പറഞ്ഞത് അവരുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെ, ആണവ ശാസ്ത്രജ്ഞരെയൊക്കെ കൊലപ്പെടുത്തിയ വിവരം വന്നപ്പോൾ ഇതോടെ അവസാനിക്കും, ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഇസ്രായേൽ പോലൊരു ശക്തിക്ക് മുമ്പിൽ അമേരിക്കൻ സഹായത്തോടെ എത്തുമ്പോൾ എന്നായിരുന്നു ആ ധാരണ. ഇന്നിപ്പോൾ ഈ ഞായറാഴ്ച വൈകുന്നേരം എത്തുമ്പോഴേക്കും തെറ്റിയോ? ഇസ്രായേൽ ഇറാനെ വില കുറച്ചു കണ്ടോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ? ഒക്ടോബർ 7 ശേഷം ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ചുരുളഴിയുന്നതെന്ന് പറയാൻ പറ്റും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയുന്ന പോലെ ഒരു ആണവ ശക്തിയെ നിരാകരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു റെജീം ചേഞ്ച് എന്നുള്ള നിലയ്ക്കാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ ഈ യുദ്ധത്തെ നോക്കിക്കാണുന്നത്. ഇതൊരു ഇസ്രായേലിൻ്റെ മാത്രം കേവലം യുദ്ധമായിട്ടല്ല നമ്മളിതിനെ കാണേണ്ടത്. ഇത് അമേരിക്കയുടെ ഒരു എക്സ്റ്റെൻഡഡ് യുദ്ധമാണിത്. ഇസ്രായേൽ എന്നത് ഒരർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു എക്സ്റ്റെൻഡഡ് ബ്രദർഹുഡ് തന്നെയാണ്. അപ്പം അമേരിക്കയുടെ ഒരു പ്രോക്സി ആയിട്ട് വേണം നമുക്ക് ഇസ്രായേലിനെ കാണാൻ. അപ്പോൾ ഇസ്രായേലിൻ്റെ ശക്തി നമ്മൾ ഇക്കാലം അത്രയും കണ്ടത് ഗാസയിലായിരുന്നു. ഗാസയിൽ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട വളരെ വിനാശകരമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ചിത്രങ്ങളാണ് നമ്മൾ മുമ്പിൽ തെളിഞ്ഞത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇറാൻ യുദ്ധത്തെ വിലയിരുത്തുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇറാൻ എന്നതൊരു രാജ്യമാണ്, ഒരു സൈനിക നേതൃത്വമുണ്ട്, സൈനിക ബലമുണ്ട് അതിന്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രായേലിന് അമേരിക്കയുടെ സഹായമുണ്ടായിട്ട് പോലും, അമേരിക്കയുടെ മാത്രമല്ല ഈ അറബ് മേഖലയിലെ മറ്റു രാജ്യങ്ങളുടെ എല്ലാം ഒരു ടാസിറ്റ് സപ്പോർട്ട് ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇറാൻ്റെ ആയുധങ്ങളെല്ലാം വരുന്നത് സൗദി അറേബ്യയ്ക്കും ഇറാഖിനും മുകളിലൂടെയാണ് ഇസ്രായേലിലേക്ക്. പലതും അതിന് വഴിയിൽ വെച്ച് തന്നെ വെടിവെച്ചിടുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ മുന്നേറ്റം എന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറാൻ ഒരു ശക്തിയാണ്, അതിനൊരു ഒരു ഹിസ്റ്ററി ഉണ്ട്, അതിന് ഒരു മിലിറ്ററി സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ ഇതൊക്കെ പറയുന്ന അവസരത്തിൽ തന്നെ ഇറാൻ്റെ കഴിഞ്ഞ കുറച്ച് കാലത്തെ, അതായത് ഈ മാറ്റങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ ഒരു ബന്ധമെന്നത് നമ്മൾ ഒരു 1979 മുതൽക്കുള്ള ഒരു മാറ്റത്തിൽ കാണേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇസ്രായേൽ ഉണ്ടായപ്പോൾ ആദ്യം അംഗീകരിച്ച, അല്ലെങ്കിൽ അറബ് മേഖലയിൽ നിന്നും ആദ്യം ഇസ്രായേലിനെ അംഗീകരിച്ച രാജ്യമാണ് ഇറാൻ. പക്ഷേ അതിൽ നിന്നും ഇപ്പോൾ ഇസ്രായേലിൻ്റെ മുഖ്യ ശത്രുവായി ഇറാൻ എങ്ങനെ മാറി എന്നുള്ള ഒരു അന്വേഷണം കൂടി നമുക്കിതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇസ്രായേലിൽ ഇറാൻ ആണവ ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ടെന്നുള്ള ഒരു പ്രിമൈസിൻ്റെ ബേസിസിലാണ് ഇറാനെ പടിഞ്ഞാറൻ രാജ്യങ്ങളും അമേരിക്കയും ഈ ഉപരോധങ്ങളിലൂടെ തളച്ചിട്ടത്. അമേരിക്കയുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, അമേരിക്കയുടെ ഒരു എക്സ്റ്റെൻഡഡ് വാറാണ് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇറാനിൽ മാത്രമല്ല, ഇറാഖിൽ നമ്മൾ കണ്ടിട്ടുണ്ട് റെജീം ചേഞ്ച് എന്നുള്ളത്, അഫ്ഗാനിസ്ഥാനിൽ നമ്മുടെ അമേരിക്കയുടെ റെജീം ചേഞ്ചിനുള്ള ശ്രമങ്ങൾ കണ്ടിട്ടുണ്ട്, സിറിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ ബംഗ്ലാദേശിൽ പോലും അമേരിക്ക ഇടപെട്ടുകൊണ്ട് അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത ഭരണാധികാരികളെ പുറത്താക്കുക എന്നുള്ളൊരു തന്ത്രം അമേരിക്ക വളരെ കാലമായിട്ട് നടത്തുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷനാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതിൽ ഇസ്രായേലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാനെ തളയ്ക്കാമെന്നുള്ള അമേരിക്കയുടെ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ കുറേ കാലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറാൻ ഏറെ ദുർബലമാണ്, ഇപ്പോൾ ഇൻറ്റേർണലി ദുർബലമാണ്. ഉപരോധങ്ങളുടെ സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇറാൻ അനുഭവിക്കുന്നുണ്ട്, ആയുധത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഈ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനകത്തും ഇറാൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇറാൻ്റെ പ്രോക്സീസ് എന്നനുഭവപ്പെടുന്ന ഈ ഹൂതി, ഹിസ്ബുള്ള, ഹമാസ് എന്നിവയെല്ലാം വളരെ ക്ഷീണത്തിലാണ്. ഇങ്ങനെ നോക്കുമ്പോൾ വളരെ ക്ഷീണിതനായിട്ടുള്ള ഒരു ഇറാനാണ് ഇസ്രായേലിൻ്റെ മുന്നിൽ ഉള്ളത് എങ്കിൽ പോലും ഇസ്രായേലിനകത്ത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 40 വർഷത്തിനുള്ളിൽ ഇത്രയും ഭീകരമായിട്ടുള്ളൊരു കടന്നു ചെന്ന് ആക്രമിക്കുന്ന ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊരു റെജീം ചേഞ്ചിൻ്റെ മാറ്റത്തിന് വേണ്ടിയാണെങ്കിൽ
ലോകം വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം അമേരിക്കയുടെ റെജീം ചേഞ്ച് എന്നുള്ള പദ്ധതി പല സമയത്തും പാളിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനത്തിൽ അത് പാളിയത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇറാഖിൽ പാളിയതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്, സിറിയയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇത്തരത്തിൽ ഈ ഇസ്രായേലിൻ്റെ അഡ്വാൻസ്മെൻറ്റ് ഫോർ ദ ടൈം ബീയിങ് വി വിൽ സീ ദാറ്റ് ഓക്കെ കാര്യങ്ങൾ ഇസ്രായേലിൻ്റെ കൺട്രോളിലാണെങ്കിൽ പോലും ലോകം കരുതിയിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം അമേരിക്കയ്ക്ക് മുമ്പിൽ 2 യുദ്ധങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് ഉക്രൈൻ, 2 ഇസ്രായേൽ. ഈ 2 യുദ്ധങ്ങളെ താങ്ങാൻ അമേരിക്കയും അതേപോലെ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും കെൽപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉണ്ട്. ഇങ്ങനെയുള്ളൊരു നമ്മളെല്ലാം ചേർത്ത് വായിക്കുകയാണെങ്കിൽ ലോകം വളരെ സങ്കീർണമായിട്ടുള്ളൊരു യുദ്ധ സാഹചര്യത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരിച്ചെത്താൻ ഞാൻ താങ്കളിലേക്ക്. ലിറാർ പുളിക്കലത്ത്, നമുക്കറിയാം ഈ സാധാരണ യുക്തി യുദ്ധത്തിൻ്റെ കാലത്ത് അല്ലെങ്കിൽ സാമാന്യ യുക്തിക്ക് ചേരുന്ന വിശദീകരണങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ ആണവായുധം ഉണ്ട് എന്ന് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന ഒരു രാജ്യം, അതൊരു ഡിറ്ററൻ്റായി വെച്ചിരിക്കുന്ന ഒരു രാജ്യം, IAEA ഒരു തരത്തിലുമുള്ള പരിശോധനകൾക്ക് അനുമതി നൽകാത്ത ഒരു രാജ്യം, NPTയിൽ ഒപ്പിടാത്ത ഒരു രാജ്യം, മറ്റൊരു രാജ്യം ആണവശേഷി കൈവരിക്കാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞ് ലോകത്തെ മുഴുവൻ ഒരു യുദ്ധത്തിലേക്ക്, അതും വലിയൊരു യുദ്ധത്തിലേക്ക്, ആദ്യ ദിവസമൊക്കെ കരുതിയതുപോലെയല്ല എന്ന് മാത്രമല്ല നെതന്യാഹു ഇപ്പോഴും പറയുന്നു ഇത് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നീണ്ടു നിൽക്കും എന്നാണ്. അപ്പോൾ ലോകത്തെ വലിയൊരു യുദ്ധത്തിലേക്ക് അമേരിക്കയും ഇസ്രയേലും തള്ളിവിടുക എന്ന് തന്നെ നമുക്ക് പറഞ്ഞുകൂടെ? തീർച്ചയായും അബ്ജോദിൻ്റെ നിരീക്ഷണം ശരിയാണ്. കാരണം നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ നമ്മൾ സസൂക്ഷ്മം വീക്ഷിച്ചാലും നമുക്കത് മനസ്സിലാക്കാം. കാര്യം ഈ ഒരു യുദ്ധം നേരത്തെ ആദ്യം സംസാരിച്ച ആൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇസ്രായേലിലേക്ക് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം ഒരു രാഷ്ട്രം ഇത്തരത്തിൽ കടന്നു കയറിയ ഒരു ആക്രമണം നടത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതിലേക്ക് നയിച്ച ഒരു കാരണങ്ങളും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം അബ്ജോദ് സൂചിപ്പിച്ച പോലെ തന്നെ ഇസ്രായേലിനെതിരായിട്ട് ഇസ്രായേലിൻ്റെ ഒരു ത്രെട്ട് വരാൻ സാധ്യതയുള്ള തരത്തിൽ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്ക് അത് കടക്കുന്ന ഒരു കോണ്ടക്സ്റ്റിലാണ് ആക്ച്വലി ഇസ്രായേൽ അറ്റാക്കിലേക്ക് വരുന്നത്. അപ്പോൾ ഇസ്രായേലിന് ഇതിന് എത്രത്തോളം ധാർമ്മികമായിട്ടോ അല്ലെങ്കിൽ ലീഗലി അതിനെ കൗണ്ടർ ചെയ്യാൻ അല്ലെങ്കിൽ ഇറാൻ്റെ ടെറിറ്ററിക്കകത്ത് കയറി ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അതിലേക്ക് കടന്നു കയറി അതിനെ അറ്റാക്ക് ചെയ്യാൻ എത്രത്തോളം അതിന് അധികാരമുണ്ട് എന്നുള്ളതും ഒരു പ്രസക്തമായ ചോദ്യമാണ്. അബ്ജോദ് പറഞ്ഞ പോലെ ഇസ്രായേലിന് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, അതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ അത് വികസിപ്പിച്ചെടുത്തു എന്നുള്ളത് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് ഇസ്രായേലിന് ഉള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ വെപ്പൺസും ഈ പറഞ്ഞ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, അത് ന്യൂക്ലിയർ വെപ്പൺസ് ആയിക്കോട്ടെ മറ്റേത് വെപ്പൺസ് ആയിക്കോട്ടെ, അതുപോലെ ഒരു അവകാശം അയൽ രാഷ്ട്രങ്ങൾക്കും ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശമില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇസ്രായേലിൻ്റെ ഒരു സെക്യൂരിറ്റിക്ക് വളരെ ത്രെട്ടാണ് ഇറാൻ പോലത്തെ രാഷ്ട്രങ്ങൾ ഇത്തരത്തിലുള്ള വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, അത് ന്യൂക്ലിയർ വെപ്പൺസ് ആയിക്കോട്ടെ മറ്റ് വെപ്പൺസ് എല്ലാം സംഭരിച്ചു വെക്കുന്നത് ഇസ്രായേലിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ഒരു ത്രെട്ടാണെന്നുള്ളൊരു ന്യായത്തിൻ്റെ പുറത്താണ് ഇസ്രായേൽ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയും ഈ ഒരു ഇറാൻ്റെ ന്യൂക്ലിയറൈസേഷൻ പ്രോജക്റ്റിനെ അവർ തള്ളിക്കളയാൻ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ അതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യം ഇസ്രായേൽ ഈ ഒരു റീജിയനിൽ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ മാത്രമല്ല ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. 1983 സമയത്ത് ഇറാഖ് യുദ്ധം നടക്കുന്ന ഒരു കോണ്ടക്സ്റ്റിൽ ഇറാഖിൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സുകളും അല്ലെങ്കിൽ ഇറാഖ് ഇത്തരത്തിലൊരു പ്രൊജക്ട് തുടങ്ങുന്ന സമയത്ത് സദ്ദാം ഹുസൈൻ്റെ കാലത്ത് ഇറാഖിനെയും ആക്രമിച്ച ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേൽ അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ ന്യായം എപ്പോഴും പറയുന്നത് ഇസ്രായേൽ ഹാസ് ദ റൈറ്റ് ടു ഡിഫെൻഡ് ഇറ്റ്സ് ടെറിറ്ററി അല്ലെങ്കിൽ അവരുടെ സിറ്റിസൺസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അത് ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്തമാണ്, അതിന് അവർക്കുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് എന്നാണ് അമേരിക്ക അടക്കമുള്ള ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങളെല്ലാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ഒരു തിയറി ഈ ഒരു ലോജിക്ക് ഇറാൻ അപ്ലിക്കബിൾ ആണോ എന്നുള്ള ചോദിച്ചാൽ നമുക്ക് വർഷങ്ങളായിട്ട് ഇറാൻ എന്ന് മാത്രമല്ല ആ ഒരു റീജിയനിലെ ബാക്കി രാഷ്ട്രങ്ങളുടെ ഓരോ വെപ്പൺ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആംസ് പ്രോലിഫറേഷന് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്രായേലിനെ ത്രെട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ ഏത് കോണ്ടക്സ്റ്റിലാണെങ്കിലും അവരത് കൃത്യമായിട്ട് അത് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ രാഷ്ട്രങ്ങളെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ലിബിയയിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ഗദ്ദാഫിയുടെ ഒരു പതനം നമുക്കറിയാം, സദ്ദാം ഹുസൈൻ്റെ പതനം നമുക്കറിയാം. ഈ 2 രാഷ്ട്രങ്ങളാണ് പ്രധാനമായിട്ടും ഇസ്രായേലിനെ അല്ലെങ്കിൽ ഈ 2 ലീഡേഴ്സ് ഇസ്രായേലിനെ ഒരുപാട് ചലഞ്ച് ചെയ്തിരുന്ന ഓപ്പൺലി ചലഞ്ച് ചെയ്തിരുന്ന
ഉണ്ടായിരുന്ന 2 ലീഡേഴ്സും 2 രാഷ്ട്രങ്ങളുമായിരുന്നു. അതുപോലെ തന്നെ സിറിയ, ഇത്രയും കാലം ഇസ്രായേൽ അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രമായിരുന്നു സിറിയ, നമ്മൾക്കറിയാം. അപ്പോൾ ഈ റീജിയനിൽ ഇസ്രായേലിൻ്റെ നൈബറിംഗ് കൺട്രീസിലെ പ്രധാനപ്പെട്ട ഇസ്രായേലിന് ത്രട്ട് എന്ന് തോന്നിക്കുന്ന രാഷ്ട്രങ്ങളിൽ എപ്പോഴൊക്കെ അവർ ഇടപെടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ടെറിട്ടറി, അവരുടെ സോവറിറ്റി കടന്നു കയറി മിലിറ്ററിലി അല്ലെങ്കിൽ ഇൻവേഷൻ നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ അതിപ്പോൾ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, സയൻറ്റിസ്റ്റുകളായിക്കോട്ടെ, മിലിറ്ററി കമാൻഡേഴ്സിനായിക്കോട്ടെ, പൊളിറ്റിക്കൽ ലീഡേഴ്സിനായിക്കോട്ടെ, എപ്പോഴൊക്കെ അവർ ടാർഗറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതെല്ലാം അവർ കൃത്യമായിട്ട് ഓപ്പറേഷൻ നടത്തിയിട്ട് അവർ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ട ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇറാനിൻ്റെ തന്നെ ഒരുപാട് ലീഡേഴ്സിനെ, ഇപ്പോൾ ഖാസിം സുലൈമാനി അടക്കമുള്ള ഒരുപാട് ലീഡേഴ്സിനെ മുൻ വർഷങ്ങളൊക്കെ വധിച്ചു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേവ് ഓഫ് അറ്റാക്സിൽ നമുക്ക് കാണാൻ പറ്റും ഇറാനിയൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെയും അതേപോലെ തന്നെ സുപ്രീം കമാൻഡേഴ്സിനടക്കം, റവല്യൂഷണറി ഗാർഡിൻ്റെ കമാൻഡേഴ്സിനടക്കം വധിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇറാൻ ആക്ച്വലി ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഫൈറ്റിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് കടക്കുന്നത്. അപ്പം ഈ സാഹചര്യങ്ങൾ ആക്ച്വലി നമുക്ക് കാണാൻ പറ്റും. എപ്പോഴും ഒരു സൈഡിൽ ഇസ്രായേൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രബിൾ ഈ ഒരു റീജിയനിൽ, അത് ഇസ്രായേലിനെ സംബന്ധിച്ചാൽ അവർ പറയുന്ന അതിന് ചുറ്റുമുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഇസ്രായേലിൻ്റെ ശത്രു രാഷ്ട്രങ്ങളാണ്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാകുന്ന രാഷ്ട്രങ്ങളാണ് എന്നുള്ള ഒരു ന്യായത്തിൻ്റെ പുറത്താണ് ആക്ച്വലി ഇസ്രായേൽ ഈ ഒരു അറ്റാക്കിനെല്ലാം മുതിരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ നമ്മൾ കാണുന്നത്, നേരത്തെ ഇസ്രായേലിനുമായിട്ട് ഡയറക്റ്റ് യുദ്ധം ചെയ്തിരുന്ന രാഷ്ട്രങ്ങൾ ജോർദാനും അതേപോലെ സിറിയയും ഈജിപ്തും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ നമുക്ക് കാണാൻ പറ്റും ഈ രാഷ്ട്രങ്ങളെല്ലാം ഏതാണ്ട് സിറിയ ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രങ്ങളും ഇസ്രായേലുമായിട്ട് സമാധാന ഉടമ്പടിയുള്ള രാഷ്ട്രങ്ങളാണ്, പ്രത്യേകിച്ച് ഈജിപ്തും അതേപോലെ ജോർദാനും. സിറിയ ഇപ്പോൾ നമുക്ക് ഭരണമാറ്റമൊക്കെ സംഭവിച്ച് സിറിയയുടെ സിറ്റുവേഷൻ ആകെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പക്ഷേ ആ ഒരു കോണ്ടെക്സ്റ്റ് മാറിയതിൻ്റെ ശേഷം ഇപ്പോൾ സുന്നി അറബ് കൺട്രീസിലുള്ള നമുക്ക് ഗൾഫ് കൺട്രീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈജിപ്ത് ആയിക്കോട്ടെ, ജോർദാൻ ആയിക്കോട്ടെ, ഈ സുന്നി മെജോറിറ്റി രാഷ്ട്രങ്ങളെല്ലാം നിലവിൽ നമുക്ക് കാണാൻ പറ്റും ഇസ്രായേലിനെ സൈലൻ്റ് ആയിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന, ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഇസ്രായേലുമായിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രാഷ്ട്രമാണ്. അതേസമയം ഇസ്രായേലിനിപ്പം ഓപ്പൺലി ത്രട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പലസ്തീനിയൻ ഗ്രൂപ്പ്സിന്, ഹമാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇസ്രായേലിന് ചലഞ്ചുള്ള ഈ റീജിയനിലെ ബാക്കി മിലിറ്റന്റ് ഗ്രൂപ്പ്സിനെല്ലാം, ഹൂത്തികളായിക്കോട്ടെ, ഹിസ്ബുൽ ആയിക്കോട്ടെ, ഇവരൊക്കെ ഓപ്പൺലി തന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അവരുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള, അവർക്ക് വെപ്പൺ സപ്ലൈ ചെയ്യുന്ന ഒരു രാഷ്ട്രം എന്നുള്ള ഒരു ഇമേജാണ് ആക്ച്വലി ഇറാനുള്ളത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ആ ഒരു റീജിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ത്രട്ട് ആക്ച്വലി ഇറാൻ മാത്രമാണ്. ബാക്കി രാഷ്ട്രങ്ങളെല്ലാം ഫൈനാൻഷ്യലി എക്കണോമിക് പവേഴ്സ് ആണെങ്കിൽ കൂടി ഒരു മിലിറ്ററിലി എന്താണ് ഇസ്രായേലിന് ഒരിക്കലും ഒരു ത്രട്ടല്ല. അതേസമയം ഇറാൻ്റെ ഒരു പൊസിഷൻ തന്നെ ഇസ്രായേൽ കാണുന്നത്, ഇറാൻ ആ ഒരു എത്രത്തോളം ഒരു മിലിറ്ററി സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നതും അതേപോലെ എക്കണോമിക് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നതൊക്കെ എപ്പോഴും ഇസ്രായേലിൻ്റെ ത്രട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായിട്ട് ഇറാൻ ഉപരോധത്തിന് കീഴിലാണ് ആ രാഷ്ട്രം. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റ്, ഈ ഒരു ഇപ്പോഴത്തെ യുദ്ധം നടക്കുന്ന കോണ്ടെക്സ്റ്റ് കൂടി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട്, റഷ്യ അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതേസമയം അതിൻ്റെ കൂടെ തന്നെ ഹൂത്തികളെയും അതേപോലെ ഹിസ്ബുല്ല, ഹമാസ്, ഈ ഗ്രൂപ്പുകളൊക്കെ ഏതാണ്ട് ഹമാസിനെയും അതേപോലെ ഹിസ്ബുല്ലയും ഓൾറെഡി ടാർഗറ്റ് ചെയ്ത് അവരെ പ്രധാനപ്പെട്ട ലീഡേഴ്സും ഇൻഫ്രാസ്ട്രക്ചറെല്ലാം തകർത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹൂത്തികൾ കുറച്ചെങ്കിലും ഫൈറ്റ് ചെയ്ത് ഇസ്രായേലിനെതിരെ നിൽക്കുന്നുള്ളൂ. റഷ്യ ആണെങ്കിൽ അവരുടെ ഒരു വാർ ഫീൽഡിലാണ്. അപ്പം ഇറാനെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ ഈ ഒരു യുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള സാധ്യതയുള്ള ഗ്രൂപ്പുകൾ, അത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റഷ്യ അടക്കമുള്ള ഇന്റർനാഷണൽ ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാം ഒരു വീക്കർ പൊസിഷൻ, അല്ലെങ്കിൽ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളത് കൂടി വളരെ പ്രസക്തമാണ്.